Smoking is injurious to health. It causes cancer. പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്. ഇത് ക്യാൻസറിന് കാരണമാകുന്നു. ജാക്ക്, നീ വന്നോ? ഞാൻ വരില്ലെന്ന് വിചാരിച്ചു. നീ നിന്റെ പ്രിയപ്പെട്ട ഫാമിലി വിട്ട് രാത്രി മുഴുവൻ കറങ്ങി നടക്കണോ? അതേ, ഞാൻ വീടിന് പുറത്ത് ചെലവഴിക്കുന്ന കരുതിയേ. നീ ഇതിനു മുമ്പ് വിളിച്ചിട്ടില്ലേ? ഓ സോറി സോറി സോറി. വാ, അതേക്ക് വാ. പെട്ടെന്നൊരു എമർജൻസി ഉണ്ടായിരുന്നു. ആകെ ക്ഷീണിച്ചിരിക്കുക. വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, ഇപ്പൊ എടുക്കാം. പ്ലീസ്. തണുത്തതേ. ഓക്കെ. ഈ വെള്ളം കുടിച്ചിട്ട് ഡ്രസ് മാറ്. നീ ഗെയിം കളിക്കുന്നില്ലേ? ഇന്ന് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം നിനക്ക് എന്തായാലും ഭക്ഷണം തരാൻ പറ്റിയല്ലോ. ഞാൻ പിന്നെ കഴിച്ചോളാം. പ്ലീസ്, നീ ഇങ്ങനെ പ്രീ 47 ഭാര്യമാരെ പോലെ സംസാരിക്കല്ലേ. എനിക്കത് ഇഷ്ടമല്ല. ഞാൻ അങ്ങനെ ആവുമല്ലേ നിനക്ക് വേണ്ടത്? ഞാൻ അങ്ങനെയല്ല. നല്ല ഒരു വ്യക്തിയെ ഞാൻ, അറിയാമോ? ഞാൻ ഒന്നിനും നിന്നെ നിർബന്ധിച്ചിട്ടില്ലല്ലോ. ഞാൻ അതുകൊണ്ടല്ലേ നിങ്ങളെ നിർബന്ധിച്ചത്. നിങ്ങളെ ഫോൺ ചെയ്തതും പിന്നെ നിങ്ങളെ ഡിന്നറിന് ക്ഷണിച്ചതും. മതി. മതിന്ന് വെച്ചാ? അതായത് 8 മാസങ്ങൾക്ക് മുമ്പ് ഞാനും നീയും ഭാര്യയും ഭർത്താവുമായിരുന്നു. പ്ലീസ് സോണി, ഈ സമയം ഇങ്ങനെ സംസാരിക്കല്ലേ. അത് വിട്. പക്ഷെ ഒരു കാര്യത്തിന് മാത്രം 8 മാസം കൊണ്ട് മാറ്റം വന്നിട്ടില്ല. എന്ത്? നിന്റെ പാചകത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല. അതായത് ഈ ഒരു കാര്യത്തിന് മാത്രമല്ല, നീ ചെയ്ത എല്ലാ തെറ്റും ക്ഷമിക്കാവുന്നേ ഉള്ളൂ. നിന്റെ താല്പര്യങ്ങളും അറിവില്ലായ്മ എല്ലാം വിട്ടേക്കാം. അത് വിട്. വീട്ടിലെന്താ വിശേഷം? ആ വീടെന്ന് പറഞ്ഞത് മുഖർജിയുടെ വീടല്ലേ? നാച്ചുറലി, ഐ മീൻ നിങ്ങളുടെ വീട്ടിലെന്താ വിശേഷം? നല്ലതാ. കൽക്കട്ടയിലുള്ള പോലെ തന്നെ മുഖർജിയുടെ ഫാമിലി വളരെ സങ്കടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നേ. അത്രേ ഉള്ളൂ. അങ്ങനെയാണോ? അപ്പോൾ നിങ്ങളുടെ അമ്മയോട്, വസുന്ധരാദേവിയോട് എന്തിനാ നോണ പറഞ്ഞത്? ആരമ്മയില്ലാത്ത, മരുമകളില്ലാത്ത? ഞാൻ ഓഫീസിൽ കുറച്ച് വർക്കുണ്ടെന്ന് പറഞ്ഞിറങ്ങിയതാ. വാവ്, രാത്രി പറയാതെ പോകുന്നത് ഒരു നുണയല്ലേ? നിങ്ങളുടെ അമ്മയാണെങ്കിൽ എൻ്റെ പേര് കേട്ടാ തിളച്ചു മറിയുന്നവരാ. ബൈ ദ വേ, നിങ്ങളുടെ നീസ് പിങ്കി ഇപ്പൊ ഏത് ക്ലാസ്സിലാ? അതെ, നീ ഇതുപോലെയുള്ള മണ്ടൻ ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ലായിരുന്നെങ്കിലേ 8 മാസം ഈ വീടിന്റെ പുറത്തായനെ. പിങ്കി ഇതുവരെ അവളുടെ ആനുവൽ എക്സാം എഴുതിയിട്ടില്ല. അച്ഛനിപ്പോ പ്രഷർ എങ്ങനെയുണ്ട്? ലാസ്റ്റ് ടൈം കൂടുതലായിരുന്നില്ലേ? കുഴപ്പമില്ല. അച്ഛൻ്റെ പ്രഷർ നോർമലാണ്. പിന്നെ നീ അവിടെ ഇല്ലാത്തതുകൊണ്ട് അമ്മയുടെ പ്രഷർ നോർമലാ. പിന്നെ ഗ്രാൻഡ് പോ ഓക്കെയാണ്, എൻ്റെ സിസ്റ്ററിൻലോ ഓക്കെയാണ്, പിങ്കിയും ഓക്കെയാണ്. ഇനി എന്തെങ്കിലും? മതി മതി, ഇനി ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. ഓക്കെ, ഞാനും ഒന്ന് റിലാക്സ് ചെയ്യട്ടെ. വേഗം ആവട്ടെ കേട്ടോ. ആ, ഇപ്പൊ വരാം. അരികിലില്ലെങ്കിലും അറിയുന്നു ഞാൻ. നിനക്ക് മനസ്സിലായ മാളവിക? ആ, പറ. എനിക്ക് നമ്മൾ പറഞ്ഞ ആ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരാ. നമ്മൾ പിരിയാനുണ്ടായ ചില കാരണങ്ങളൊക്കെ. അത് കഴിഞ്ഞല്ലേ? മറ്റൊരു ദിവസം നിന്നെ കാണാൻ സാധിച്ച ഒരു ഭാഗ്യം. നിന്നെ ഞാനൊരു ആക്സിഡന്റിൽ നിന്ന് രക്ഷിച്ചേ. എന്നും പറഞ്ഞു ഒരിക്കലുമില്ല.
പക്ഷേ നീ എന്നെ കണ്ടപ്പോ തന്നെ നീ എന്നെ ഓർത്തായിരുന്നല്ലോ അല്ലേ? ഇന്നത്തെ രാത്രി നമ്മുടെ ഇടയിൽ വലിയൊരു നിമിഷമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ഈ 8 മാസത്തിനുള്ളിൽ എത്ര ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു? അതൊരു 3 or 4 ചെറിയ സംസാരവും പിന്നെ കൈ കോർത്ത് പിടിച്ച്. അത്രേ ഉള്ളൂ? നിനക്കതൊക്കെ അറിയാലോ മണ്ടി. ഇനി നീ നിന്റെ കാര്യങ്ങളൊക്കെ പറ. ലിസ്റ്റ് വളരെ വലുതായിരിക്കുമല്ലോ. നിനക്കറിയാലോ, ആർണബ്, അരുണാബ്, രാഹുൽ, ദിവാൻഷു. മതി 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 മതി, മനസ്സിലായി. പക്ഷേ പറയാതിരിക്കാൻ പറ്റില്ല. മുഖർജി എന്ന് പറഞ്ഞാ എനിക്ക് എന്റെ സോൾമേറ്റ് പോലെ തന്നെയായിരുന്നു. പക്ഷെ ഇന്ന് ഞാനായിരിക്കുമല്ലേ? എല്ലാ പുരുഷന്മാരും എങ്ങനെയാ, നിങ്ങളും അങ്ങനെ തന്നെ. പക്ഷെ എല്ലാ പുരുഷന്മാരും സോൾമേറ്റ് ആവില്ല. ഇത് കടങ്കഥ. ഓക്കെ, ഈ മനുഷ്യനെ കൊണ്ട് നിനക്ക് എന്താ പ്രയോജനം? ഒന്നും കാണാതെ ഞാനൊന്നും ചെയ്യാറില്ലല്ലോ. അത് നിനക്ക് നന്നായിട്ട് അറിയാലോ. എന്താ ഇങ്ങനെ നോക്കുന്നേ? നിനക്ക് വേണ്ടി. എന്നുവെച്ചാ? എന്ത് സുന്ദരിയാ നീ. ഞാനും നീയുമായി എന്നേക്കുമുള്ള പ്രണയം. ഇനി നിനക്ക് പറയാനുള്ളതൊക്കെ നീ പറ. നീ എന്നും എൻ്റെ കൂടെ ഇതുപോലൊക്കെ തന്നെ ഉണ്ടാവണം. അല്ലെങ്കിൽ നീ ഇതൊക്കെ മറന്നാലോ? നിങ്ങളുടെ ഒരു കാര്യം. 12 മണിയായി. ആർക്ക്? നാളെ മോർണിംഗ് ഒന്നുകൂടെ സ്റ്റുഡിയോയിലേക്ക് വിളിക്കണേ. പക്ഷേ നീ എന്നെ കൂടെ കിടക്കാനായിട്ട് വിളിക്കുന്നില്ലല്ലോ, അതെന്താ? കണ്ണടയ്ക്ക്. നിനക്ക് ഇത്ര തിരക്കിലാവണമായിരുന്നോ? ആക്ച്വലി ഒരുപാട് തിരക്ക് എനിക്കിപ്പോ ഒരു ശീലമായി തുടങ്ങിയിട്ടുണ്ട്. ഒരു ദിവസം 2 ഷിഫ്റ്റ്, അതെന്തൊരു ബോറിംഗ് ആണെന്നറിയോ? എന്തിനാ നിനക്ക്? അത് ഞാൻ പറഞ്ഞില്ലേ, ശീലമായി. പക്ഷെ ഞാൻ ഓക്കെയാണ്. പഴയ ആഡ് ഏജൻസി അത് വളരെ എളുപ്പമുള്ള ജോലിയാണ്. പിന്നെ നിന്റെ കൂടെയും താമസിക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു നമുക്കിടയിലുള്ള ബന്ധം കുറച്ചുകൂടി മെച്ചപ്പെട്ടിട്ടുണ്ട്. ആരെങ്കിലും അമ്മയോട് നുണ പറഞ്ഞ് രാത്രിയിൽ ഇതുപോലെ ഡിവോഴ്സായ ഭാര്യയെ സ്നേഹിക്കാൻ വേണ്ടി ഇങ്ങനെ വരുമോ? അന്ന് ഞാൻ നിനക്ക് എന്റെ കാർഡ് തന്നില്ലേ? പക്ഷെ നീ എന്നെ വിളിക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. എങ്ങനെ? കഴിഞ്ഞ 8 മാസമായിട്ട് നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ടില്ലല്ലോ. നീയും വിളിച്ചില്ല. അവനല്ലേ? നിനക്ക് ഓർമ്മയുണ്ടോ? നീ വീട് വിട്ട് ഇറങ്ങിപ്പോയ ആ ദിവസം ഓർമ്മയുണ്ടോ? എന്നിട്ട് അത് കഴിഞ്ഞ് ഓഫീസിലേക്ക് ഫോൺ ചെയ്തത്? ഞാനൊന്നും ഓർക്കുന്നില്ല. എനിക്ക് എന്റെ വൈഫില്ലാതെ ഒരടി പോലും മുന്നോട്ട് നീങ്ങാൻ പറ്റില്ല എന്നാണോ? എനിക്ക് നിന്റെ ശബ്ദം കേൾക്കണമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിക്കാൻ ശ്രമിച്ചേ. ബൈ ദ വേ, അന്നത്തെ ആ ദിവസം നീ ദീപാൻഷുന്റെ കൂടെ ആയിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്. ആക്ച്വലി നിന്നെ ഒന്ന് പറ്റിക്കാൻ വേണ്ടിട്ടായിരുന്നു. നിക്ക്, ഒരു സിഗരറ്റ് എടുക്കട്ടെ. നിനക്ക് ഈ ശീലം നിർത്താനായിട്ട്. ഏത്? ഇടി കൂടുന്നതോ? സിഗരറ്റ്. നീ വളരെ സുന്ദരിയായിരുന്നു. അപ്പോ ഇന്നലെ രാത്രി മുഴുവൻ നീ എൻ്റെ കൈകൾക്കുള്ളിലായിരുന്നു അല്ലേ? നിന്റെ അമ്മ എങ്ങാനും പറഞ്ഞാൽ ഇപ്പൊ എന്തു പറയും? സമാധാനം തരൂ പ്ലീസ്. എന്നാ വിട്ടേക്ക്. നിങ്ങളുടെ അമ്മ എന്ന അവതാരം സ്വസ്ഥമായിട്ടിരിക്കട്ടെ. നീ ഒരു കാര്യം ചെയ്, എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്ക്. നാഗരികതയുടെ വെളിച്ചം വിടാൻ ഞാൻ തയ്യാറാണല്ലോ. ഇനിയും എനിക്ക് 20 മിനിറ്റിനുള്ളിൽ റെഡി ആവണം. ഞാൻ ബാത്റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് വരാം. നീ കിച്ചണിലേക്ക് ചെല്ല്, എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്ക് പ്ലീസ്. ഓക്കേ. തെരുവ് വിളക്കുകൾ പോലും എല്ലാം കത്തി തീരാറായെന്ന് തോന്നുന്നു.
കവിതകൾ കേൾക്കൂ, കവിതകൾ കേൾക്കൂ. ഇനിയും വികസനത്തിന്റെ രശ്മികൾ അവിടെയും ഇവിടെയുമുണ്ട്. നോക്കൂ, രാത്രികാലങ്ങളിൽ പോലും അവ ചുട്ടുപൊള്ളുന്നു. ഇനിയും മുന്നോട്ട്, ഇനിയും മുന്നോട്ട്, രവീന്ദ്രനാഥ് പറയും പോലെ. ഇന്നലെ ഇന്നലെ എഴുതിയതാ ഞാൻ ഈ കവിത. വാ, കവിതയൊക്കെ നല്ലതാ. നോക്കും മാളവിക, ആർട്ടിസ്റ്റുകളെല്ലാം ഇതുപോലെയൊക്കെ തന്നെയാ. ഒന്നിനും ഒരു സ്ഥിരതയുണ്ടാവില്ല, അല്ലേ? അതെന്താ, നീ അതുപോലെയൊക്കെ തന്നെയാണല്ലോ. എപ്പോഴും ഓരോന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അത് ഇത് എന്ന് പറഞ്ഞ് ഇവിടെയുമില്ല അവിടെയുമില്ല. അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല. അതൊരാളുടെ സ്വാതന്ത്ര്യവും നീതിബോധവുമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഇഷ്ടങ്ങളിൽ ഞാൻ ഉറച്ചു നിൽക്കും, അല്ലാതെ മറ്റൊരാളുടെ അല്ല. അപ്പോൾ പിന്നെ അവർക്ക് എതിർക്കാനും പറ്റില്ല. മാളവിക, നിനക്കിങ്ങനെ ജീവിച്ചിട്ടൊരു മടുപ്പ് തോന്നുന്നില്ലേ? സ്ത്രീകളായ പിന്നെ പുരുഷന്മാരെ വേണ്ടേ? ഡ്രസ്സ് മാറ്റുന്ന പോലെയാണല്ലോ നീ പുരുഷന്മാരെ മാറ്റുന്നേ. എന്നിട്ടും എനിക്ക് നല്ലൊരു ഡ്രസ്സ് കിട്ടിയില്ലല്ലോ. എല്ലാം മിസ്മാച്ച് ആയിരുന്നില്ലേ? അത് മാത്രമല്ല, ആരുടെ ആശയങ്ങളും ശരിയല്ല. നീ അനിർബാനോട് അടുക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. നിന്റെ വീട്ടിൽ നിന്നല്ലേ ഭക്ഷണം കഴിക്കുന്നത്? രാത്രി ഒരുമിച്ച് ഉറങ്ങുകയും ചെയ്യുന്നുണ്ടല്ലോ. റൈറ്റ്, ഓൾഡ് മാൻ. എനിക്ക് അയാളൊരു ആശ്രയം തന്നെയാണ്. ശരിക്കും വിശ്വസിക്കുകയും ചെയ്യാം. പറഞ്ഞത് ശരിയാ. നിങ്ങൾക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റിയായിരുന്നെങ്കിൽ നന്നായിരുന്നു. എനിക്കൊരു ലക്ഷ്യമുണ്ട്, ഒരു മിഷൻ. അതിലെനിക്ക് തീർച്ചയായും വിജയിക്കുക തന്നെ വേണം. അതിനെനിക്ക് അനിർബനെ കൊണ്ട് ആവശ്യമുണ്ട്. അപ്പൊ നീ അവനെ യൂസ് ചെയ്യാണോ? ഭർത്താക്കന്മാരും ഭാര്യമാരും ഉപയോഗിക്കാറില്ലേ? ഇല്ലേ? ഇന്നങ്ങനെ സോഷ്യൽ കമ്മിറ്റ്മെന്റ്സ് ഒന്നുമില്ല. പക്ഷേ ഞാൻ അയാളുടെ ഭാര്യയല്ലേ? ഞാനതിന് അനിർബനെ യൂസ് ചെയ്തെന്ന് വെച്ച് അതിലിപ്പോ എന്താ തെറ്റ്? നീ ചെയ്യുന്നത് ശരിയല്ല. നിന്റെ ഉദ്ദേശങ്ങൾ സാധിച്ചു കിട്ടാൻ നീ അനിർബനെ യൂസ് ചെയ്യാന്ന് പറഞ്ഞാ ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല. എല്ലാ പെണ്ണുങ്ങൾക്കും വേണം, അതുപോലെ എനിക്കും വേണം. എന്ത് വേണമെന്നാ? എനിക്കൊരു അമ്മയാകണം. അനിർബന് മാത്രമേ ഉള്ളൂ എന്റെ കുട്ടിയുടെ അച്ഛനാകാനുള്ള അവകാശം. മറ്റാർക്കുമില്ല. ഒരുപക്ഷെ ശാന്തി സമാധാനവും നിനക്ക് തിരിച്ചു കിട്ടിയേക്കാം. പക്ഷേ നീ ബന്ധങ്ങളെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം. എന്തു പറ്റി? നീ എന്തെങ്കിലും ഒന്ന് പറ. നിന്റെ മുഖം എന്താ ഇങ്ങനെ ആകെ കരിവാളിച്ചിരിക്കുന്നേ? എനിക്കൊരു ഗ്ലാസ് വെള്ളം തരൂ. ആ, കൊണ്ടുവരാം. ഇനി പറ, എന്താ പറ്റിയെന്ന്? എല്ലാ കാര്യവും വീട്ടിലറിഞ്ഞു. എന്ത് സംഭവിച്ചെന്നാ? നമ്മൾ തമ്മിലുള്ള ബന്ധം. നമ്മളെ പറ്റിയെന്ന് പറഞ്ഞ? ഞാൻ പറഞ്ഞത്, അന്ന് ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ? ആ കാര്യങ്ങളൊക്കെ വീട്ടിലറിഞ്ഞു എന്നാ പറഞ്ഞേ. ഓഹോ, അതാണോ മോന്റെ മുഖം കരുവാളിച്ചിരിക്കുന്നത്? ചിരിക്കല്ലേ? എനിക്ക് നല്ല ടെൻഷനുണ്ട്. അമ്മയോടെ കരയാ. അവരെന്നോട് പറഞ്ഞു ഇപ്പൊ തന്നെ നിന്നെ കൊണ്ടുകൂടെ. ചിരിക്കില്ല നീ, പ്ലീസ്. ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നേ. എന്നാ ഞാനിപ്പോ
അതിനേക്കാൾ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം. ഗെറ്റ് റെഡി മൈ സ്വീറ്റ് ഹാർട്ട്. നീ തമാശ പറയല്ലേ? തമാശ? ഞാൻ പറയാൻ പോകുന്നത് ഞാൻ എക്സ്പെക്റ്റിംഗ് ആണ്. ഇനിയും പറയൂ ഞാൻ തമാശ പറയാന്ന്. ഒരു മിനിറ്റ്. പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞ? അതെ, ഞാൻ അമ്മയാൻ പോവാണ്. ശരിക്കും? ഓ, ദൈവമേ, ഇത് ശരിക്കുമാണോ? എനിക്ക് ഭയങ്കര സന്തോഷം. എന്താ പറയണ്ടെന്ന് അറിയില്ല. ഓ ദൈവമേ. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്നറിയില്ല. ഇത് പറയാൻ വേണ്ടി മാത്രമല്ല ഞാൻ നിന്നെ വിളിച്ചത്. എനിക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്. നിനക്കെന്താ എന്നോട് പറയാനുള്ളത്? ഞാൻ എല്ലാം കേൾക്കാൻ തയ്യാറാ. ഈ രാത്രി മുഴുവൻ എല്ലാം പറയ്. രാത്രി മുഴുവനും? അതെ, രാത്രി മുഴുവനും നീ കൂടെ ഇരിക്കും. എന്താ കാര്യം മാളവി? വാ, ഡിന്നർ കഴിക്കാം. അല്ലെങ്കിൽ എല്ലാം തണുത്തു പോവും. നിന്റെ ഇഷ്ടം. കൈ കഴുകിയിട്ട് വാ. ബൈ ദ വേ, ഇപ്പോഴും നിനക്ക് കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്ന ശീലമുണ്ടോ? ഏയ് ഇല്ല. ഇല്ലെന്നേ. ഹാ ജാക്ക്, നമുക്കിന്നൊരു ചേഞ്ച് ആയാലോ? ഷുവർ. ഡേ, ഇന്നത്തെ ഡിന്നർ വളരെ നന്നായിരുന്നു കേട്ടോ. നിനക്കറിയോ, ഈയിടെ എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് പുസ്തകങ്ങളൊക്കെ എടുക്കാം. ഹേയ് അതൊന്നുമല്ല. നിനക്കൊരു കാര്യം അറിയോ? എൻ്റെ പ്രശസ്തി, എൻ്റെ ജോലി, എനിക്ക് അവയെല്ലാം വിട്ടിട്ട് ഒരു സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു പോകണം. എന്നുവെച്ച് മുഖർജിയുടെ വീട്ടിലെ വസുന്ധരാദേവിയായിട്ട് അടികൂടാനൊന്നും ഞാനില്ല. ആൻഡ് വിഷമമെങ്കിൽ ക്ഷമിക്കണേ. ഇല്ല, അതിന് സോറി പറയേണ്ട ആവശ്യമില്ല. നോക്ക്, നീ പറഞ്ഞേക്കായിരുന്നു ശരി. അതുകൊണ്ട് ഞാനിന്ന് കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇൻഫാക്റ്റ് എനിക്കതേ ഉള്ളൂ. നിനക്കറിയാലോ, നീയും ഞാനും നമ്മുടെ മക്കളടങ്ങുന്ന ലോകം. നമുക്കൊരുമിച്ച് മെലഡി പാടാം. ഇതാണ് നമ്മുടെ ലോകം, ഇതാണ് നമ്മുടെ സന്തോഷം. ഇവിടേക്ക് ഒരതിഥി കടന്നു വരാൻ പോകുന്നു, മറ്റൊരു വീട്ടിലേക്ക്. ഒരു വീട്. എനിക്കതെങ്ങനെ പറയണമെന്ന് തന്നെ അറിയില്ലായിരുന്നു. നിനക്കൊരു കാര്യം അറിയോ? എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവും. അതിപ്പോൾ ഒരു ട്രെയിൻ യാത്ര പോലെയാണ്. ബന്ധങ്ങൾ എത്ര മധുരമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒറ്റയ്ക്ക് ഇറങ്ങിപ്പോവേണ്ടി വരും. അതെ, 2-2.5 വർഷമായിട്ട് പേടിച്ചാണ് നമ്മുടെ ബന്ധം മുന്നോട്ട് പോകുന്നത്. ഇനി അത് തുടരാനാണോ? ഇല്ല. ഞാൻ തെറ്റല്ല പറയുന്നത്. ഡോണ്ട് ആർഗ്യൂ. മനസ്സിലൊത്തിരി മുറിവുകളുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ നോർമലാവാൻ ശ്രമിച്ചു. എൻ്റെ ബോയ് ഫ്രണ്ട്, നിങ്ങളുടെ ഗേൾ ഫ്രണ്ട്, നമ്മൾ പലപ്പോഴും ഒളിച്ചു വെക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇനി അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് നിനക്കും അറിയാം, എനിക്കും അറിയാം. നീ എന്തായി പറയുന്നേ? അതൊക്കെ പറയാം. ഇപ്പൊ വീട്ടിൽ പോ. ഞാനൊരു സിഗരറ്റ് വലിക്കട്ടെ. സിഗരറ്റ്? നിനക്ക് എന്തോ കുഴപ്പമുണ്ട്. നീ എന്തിനാ സിഗരറ്റ് വലിക്കുന്നേ? നോക്ക്, നീ സിഗരറ്റ് വലിക്കരുത്. പുരുഷന്മാരെ ഒന്നും എനിക്കിഷ്ടമല്ലായിരുന്നു. എനിക്ക് ആരെയും വിശ്വാസമില്ല. ഓൾ ആർ അൺഎത്തിക്കൽ. നീ പറയുന്ന പോലെ എല്ലാ ആണുങ്ങളും ഒരുപോലെയല്ല. അതുകൊണ്ടാണ് നിങ്ങളെ കൂടെ നിർത്തിയത്. എനിക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾ എനിക്ക് തന്നു. മറ്റൊന്നും എനിക്ക് ആവശ്യമില്ല. ഒരു മിനിറ്റ്, എൻ്റെ കുഞ്ഞാ നിന്റെ വയറ്റിൽ കിടക്കുന്നത്. നിനക്ക് നമ്മുടെ ഫാമിലി ആയിട്ട് ജീവിക്കണ്ടേ?
ഒരമ്മയാവാന്ന് വെച്ചാ ആ പുരുഷനെ തന്നെ വാങ്ങിച്ചു എന്നാ. സ്ട്രേഞ്ച്. ഞാൻ ഞാൻ നിനക്ക് വെറും ഒരു പുരുഷൻ മാത്രമായിരുന്നോ? Shit. ശരി, അത് നിനക്ക് നമ്മുടെ കുടുംബമായിട്ട് താമസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മള് പിരിയില്ലേ? പക്ഷേ ഇനി നിനക്കൊരിക്കലും ഇവിടം വിടാനാവില്ല അനിർബാൻ. എനിക്ക് പോവാൻ കഴിയില്ല, അതുപോലെ നിനക്കും അതെ. എന്താ അങ്ങനെയല്ലേ? അങ്ങനെ വിചാരിക്കാം. നിനക്ക് എന്താ വേണ്ടേ? നിന്റെ കൊച്ചിനൊരു അച്ഛനില്ലാതാവില്ലേ? എന്തു കുട്ടിയാണെങ്കിലും എൻ്റെ ഐഡന്റിറ്റിയിൽ വളർത്തും. എൻ്റെ ഉത്തരവാദിത്വത്തിൽ എൻ്റെ സ്വന്തം കുട്ടിയായി ഞാൻ വളർത്തും. എൻ്റെ ഇഷ്ടം പോലെ ഞാൻ കൂടെ കൊണ്ടു നടക്കും. നിനക്ക് പ്രാന്താ മാളവിക. നോണ നോണ, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ആരോടാ നിനക്ക് വാശി? ഞാൻ നിങ്ങളുടെ ഒപ്പം ജീവിതം തുടങ്ങണമെന്നാണോ അല്ല, പറയുന്നത്? ഞാൻ നിന്നെ ഒരു അച്ഛനായി ഇവിടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല അനിർബാൻ. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ എനിക്കൊരു സ്വാതന്ത്ര്യം പോലും തന്നില്ല. ഇപ്പോ ഇപ്പൊ എവിടെ പോയി നിങ്ങളുടെ ധാർമ്മികത? ഇപ്പോ അച്ഛനാവാൻ പോവാന്ന് പറഞ്ഞ് നീ നിന്റെ അധികാരം കാണിക്കുക. പുരുഷന്മാരുടെ ഈ സ്വഭാവം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എന്ത് എനിക്ക് വെറുപ്പാണ്. എന്ത് എന്താ നീ പറയുന്നേ? അനിർബാൻ, നീ എന്നെ തെറ്റിദ്ധരിക്കരുത്. എൻ്റെ എൻ്റെ ഈ ജീവിതം ഞാൻ എങ്ങനെയെങ്കിലും ഫൈറ്റ് ചെയ്ത് ജീവിച്ചോട്ടെ. പ്ലീസ് ഹണി, പ്ലീസ്. നിങ്ങൾ എവിടെ പോവാ? ഇത്ര രാവിലെ? ബാത്റൂമിൽ. അത് കഴിഞ്ഞ് എനിക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാനുള്ള